കല്ലു വെറുതെ വഴക്കുണ്ടാക്കാൻ വരണ്ട. ഞാൻ എടുത്തിട്ടില്ല പറഞ്ഞില്ലേ. എനിക്കറിയാം ചേച്ചി തന്നെ എടുക്കൂ. ആഹാ, എന്നാ ഞാൻ തന്നെ എടുത്ത്. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി എടുക്കുന്നു. ആ, നീ കരഞ്ഞോ? ഞാൻ എടുത്തില്ലെന്ന് നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല, ചേച്ചി തന്നെ എടുക്കുള്ളൂ. നിന്നോടൊന്നും പറയാൻ എനിക്ക് വയ്യ. നീ കരഞ്ഞോ? അതാ നല്ലേ. എന്നിവിടെ പ്രശ്നം? രാവിലെ തന്നെ കണ്ടു തുടങ്ങിയോ? അമ്മേ, ഈ ചേച്ചിന്റെ മിഠായി എടുത്ത്. ദേവു, നീ എടുത്തെങ്കിൽ ആവുന്ന കൊടുത്തേക്ക്. വെറുതെ രാവിലെ തന്നെ വഴക്കുണ്ടാക്കാൻ നിക്കല്ലേ. ഞാൻ എടുത്തില്ലെന്ന് അവളോട് 100 തവണയായി പറയുന്നേ. അവൾ എടുത്തില്ലെന്ന് നിന്നോട് പറഞ്ഞില്ലേ. ഇനിയിപ്പോ എന്താ പ്രശ്നം? ചേച്ചി തന്നെ എടുക്കും. നീ കണ്ടോ അവൾ എടുക്കുന്നേ? കണ്ടില്ല, പക്ഷെ ചേച്ചി തന്നെ എടുക്കുള്ളൂ. എനിക്കറിയാം. ഈ കല്ലു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, കാണാത്തത് കണ്ടെന്ന് പറഞ്ഞ് ഒരാളെ കുറ്റപ്പെടുത്തരുതെന്ന്. ബസ് ഇപ്പൊ വരും. രണ്ടു കൂടെ അവിടെ തർക്കിച്ച് നിൽക്കാതെ വേഗം നടക്കി. മിഠായി കിട്ടാതെ പോവൂല. ആഹാ, നീ അത്രക്കായോ? ദേവു, ആ വടി ഇങ്ങ് എടുത്തേ. അവള് പോവില്ലെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നാ മിണ്ടി പോരുത്. ആ കണ്ണൊക്കെ തുടച്ചേ. ഇപ്പൊ അമ്മന്റെ മോള് സുന്ദരിയായി. ലോകസുന്ദരി. ദേവു, എന്നെ കൊണ്ട് രാവിലെ തന്നെ വാങ്ങിക്കല്ലേ. ചേച്ചിക്ക് വാങ്ങിക്കട്ടെ. അങ്ങനെ തന്നെ വേണം. മിഠായി കള്ളി. നീ കല്ലു, അമ്മ പറഞ്ഞതല്ലേ കാണാത്തത് കണ്ടെന്ന് പറഞ്ഞ് ഒരാളെ കുറ്റപ്പെടുത്തരുതെന്ന്. സോറി അമ്മേ, ടൈം ആയിട്ടോ. ഇപ്പൊ ബസ് വരും. അമ്മക്കൊരു ചക്കര ഉമ്മ തന്നെ. ഉമ്മ. അമ്മേ, ലവ് യു. ബൈ. ദേവു, കല്ലോണ്ട് ശ്രദ്ധിക്കണേ. ബസ് കയറുമ്പോ നീയും ശ്രദ്ധിക്കണം. പിള്ളേര് പോയോ? ആരമ്പിളത്താ, അവരിപ്പോ പോയിട്ടേ ഉള്ളൂ. ആ, അതാ ഒച്ചപ്പാടൊന്നും കേൾക്കാതെ. ഒരൊച്ചപ്പാട് ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ നേടി പിള്ളേരെല്ലോടത്ത്. നമ്മളത്തെ ഇരിക്കാനൊന്നും നേരല്ലടി. സാധനം വാങ്ങാൻ കടയിൽ പോവാൻ ഇറങ്ങിയ. എന്താ ഒരു കരിഞ്ഞ പണം? ഈശ്വര, എന്റെ ദോശ. നമ്മളത്തെ ഇരിക്കും, ഞാൻ പോരാ. എന്റെ ദോശ ഇപ്പൊ കരിയായിട്ടുണ്ടാവും. ഇന്നലെ ഉപ്പൂപ്പനോട് വണ്ടി ചോദിക്കാൻ മറന്നുപോയി. ഉപ്പൂപ്പ തരുമോ? സോപ്പിട്ട് നോക്കാം. ഇന്ന് ബുള്ളറ്റും കണ്ട് കോളേജിൽ പോയാണ്ടല്ലോ. ഒരു കലക്ക. ഉപ്പൂപ്പ. എന്താടി? അത് പിന്നെ ഉപ്പൂപ്പ, എന്തേ വല്ല കുരുത്തക്കേടും കോളേജിൽ ഒപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് പോകുന്നില്ലേ? ഞാനോ? ഞാൻ നല്ല കുട്ടിയല്ലേ. അതെ അതെ, സോപ്പിടാതെ വേഗം കാര്യം പറഞ്ഞേ. അത് പിന്നെ ഉപ്പൂപ്പ, ഇന്ന് കോളേജിലോട്ട് ഞാൻ ബുള്ളറ്റ് കൊണ്ടോട്ടെ? അടച്ചോനെ, പണി പാളിയോ? ഉപ്പൂപ്പ എന്തൊന്നും പറയാത്തെ? ചോദിക്കേണ്ടിയിരുന്നില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. നിന്റെ ഈ വിളി കേട്ടപ്പോഴേ എനിക്ക് തോന്നി എന്താ കുലുമാലായിട്ട് വന്നേക്കുവാന്ന്. നടക്കൂല മോളെ, നടക്കൂലെന്ന് പറഞ്ഞാ നടക്കൂല. പ്ലീസ് ഉപ്പൂപ്പ, പ്ലീസ്, ഇന്ന് മാത്രം തന്നാ മതി. ഇനി ഞാൻ ചോദിക്കേയില്ല. ഉപ്പൂപ്പ നമ്മളെ മുത്തല്ലേ. എന്താ ആളെ സോപ്പിടല്? ഓക്കെ, കറക്റ്റ് 4 മണി ആവുമ്പോ ഇവിടെ എത്തേക്കണം. പിന്നെ കുരുത്തക്കേട് ഒന്നും ഒപ്പിക്കരുത്. കുരുത്തക്കേടോ? ഞാനോ? താങ്ക് യു ഉപ്പൂപ്പ. മതി തുള്ളിയത്. കറക്റ്റ് 4 മണി ആവുമ്പോ ഇവിടെ എത്തിയേക്കണം. കുരുത്തക്കേട് വല്ലതും കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ. നല്ല ബെസ്റ്റ് ഗ്രാൻഡ് പേ മോളും. അവള് കോളേജിൽ കുരുത്തക്കേട് കാണിക്കുന്നത് എങ്ങനെ അറിയാനാ നമ്മള്? നിന്റെ കുരുത്തക്കേട് ഞാൻ അറിയുന്നത് മറ്റുള്ള കുട്ടികൾ പറയുമ്പോയാ. എന്തിനും രക്ഷിക്കാൻ നിന്റെ ഗ്രാൻഡ് പേ ഉണ്ടല്ലോ. നീ ഒന്നും മിണ്ടാതെ നിന്നെ. അവളൊന്നും ഒപ്പിക്കത്തില്ല. അതെ, എന്തെങ്കിലും ഒപ്പിച്ചു വാ. പറഞ്ഞതൊക്കെ കേട്ടല്ലോ. എന്തെങ്കിലും ഒപ്പിച്ച് വന്നാലുണ്ടല്ലോ, പിന്നെ നിന്റെ ഒന്നിനും ഞാൻ കാണത്തില്ല. ഒരു കാര്യം, ഉപ്പൂപ്പക്ക് എന്നെ വിശ്വാസല്ലേ? വിശ്വാസം കുറച്ച് കൂടിപ്പോയി. അതാ മുൻകൂർ താക്കീത് നൽകിയേ. പാവം, നല്ല ടെൻഷനുണ്ട് തോന്നുന്നു. 10th ഫുൾ A+ വാങ്ങിയപ്പോ ഉപ്പൂപ്പ എന്താ വേണ്ട ചോദിച്ചപ്പോ ബുള്ളറ്റ് പറഞ്ഞെങ്കിലും വാങ്ങി തന്നില്ല. +1 ഹൈസ്കോർ വാങ്ങിയപ്പോ ചോദിക്കാതെ തന്നെ ബുള്ളറ്റ് വാങ്ങി തന്നു. ബട്ട് എന്താ ഉപയോഗം? ഒരു സ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റില്ല. അതിനകത്ത് തികയട്ടെ, ലൈസൻസ് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു നിൽക്കുക. ഇനിയിപ്പോ ലാസ്റ്റ് ഡേ ആയോണ്ട് സോപ്പിട്ട് കിട്ടിയതാ. ഇനിയിപ്പോ ഇന്നത്തെ പ്ലാനിങ് കുറെ ഉണ്ട്. അതിലൊരു പ്ലാനാ ഞങ്ങളെ ബുള്ളറ്റ്. അതുകൊണ്ട് തന്നെ കലക്കും. ഒരാഴ്ചയായി ഉപ്പൂപ്പന്റെ കാല് പിടിച്ച് ഞാൻ നടക്കുന്നു. 21 മിസ് കോൾ റിയയുടെ. ഇത് എപ്പോഴാ സൈലന്റ് ആയി? ഇനിയിപ്പോ അങ്ങോട്ട് വിളിച്ചാ കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ മാതിരിയാവും. വിളിക്കണോ? വിളിക്കാം, അല്ലെങ്കിൽ കോളേജിലെത്തിയാ കലപ്പില് കേൾക്കേണ്ടി വരും. ഹലോ റിയ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എത്ര നേരമായി ഞാൻ വിളിക്കുന്നത്? എവിടെ പോയി കിടക്കായിരുന്നു നീ? നിന്റെ കാര്യം എന്തായി? എന്തെങ്കിലും നടക്കുവോ? പിന്നല്ലാണ്ട് ഈ പാത്തൊരു കാര്യം വിചാരിച്ചാ അത് നടന്നിരിക്കും. അപ്പൊ ബുള്ളറ്റ് എടുക്കാൻ പെർമിഷൻ കിട്ടിയോ? അതേടി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കറക്റ്റ് 10 മണിയാവുമ്പോ എത്തിയേക്കണം. നിന്റെ കാര്യമായോണ്ട് പറയാ. നീ നേരത്തും കാലത്തും ഒരു സ്ഥലത്തും എത്താറില്ല. അതുകൊണ്ട് എന്റെ പൊന്നു പാത്തു, കുറച്ച് നേരത്തെ ഇറങ്ങിയേക്കണം. ഈ വരാണ്ട് ഒരു പരിപാടി നടക്കൂല. എന്റെ പൊന്നെ, ഒന്ന് നിർത്തോ? ഞാൻ നേരത്തെ എത്തിയേക്കാം. ഇത് ഈ പാത്തുവിന്റെ വാക്കാ. ഓലക്ക, നേരത്തെ നീ എത്തിയിട്ടില്ലെങ്കിൽ
പിന്നെ പറയണ്ടല്ലോ. നീ ഒന്ന് വെച്ചേ, എനിക്ക് വയ്യ നിന്നോട് പറയാം. ഇവളോട് സംസാരിച്ച് എന്റെ തൊണ്ടയിൽ വെള്ളം പറ്റി.